തിളഞ്ഞുമറിയുന്ന ചൂടിൽ കേരളത്തിന് ആശ്വാസവുമായി വേനൽ മഴ തുടങ്ങി. ചൊവ്വാഴ്ച മുതൽ തെക്കൻ കേരളത്തിൽ വ്യാപകമായി മഴ പെയ്തു. വടക്കൻ കേരളത്തിൽ ചൊവ്വാഴ്ച മഴ കുറവായിരുന്നു. വ്യാഴാഴ്ച മുതൽ കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. 8 ജില്ലകൾക്ക് വിവിധ ദിവസങ്ങളിലായി കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതോടെ വിവിധ ജില്ലകളിലായി കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകി. വ്യാഴാഴ്ച കണ്ണൂരും കാസർഗോഡും, വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും, ശനിയാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലുമാണ് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴയുള്ള സാഹചര്യത്തിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ ലഭിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ മഴ തുടരുന്നത് ചൂടിന് ആശ്വാസമാവുമെങ്കിലും ഇടിമിന്നലിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇടിമിന്നലിനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ വൈദ്യുതി ഉപകരണങ്ങളും മറ്റും ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന പ്രതിചക്രവാതത്തിന്റെ സ്വാധീനം വരും ദിവസങ്ങളിൽ കുറയുന്നതോടെ കഠിനമായ ചൂടിൽ നിന്ന് ചെറിയ ആശ്വാസം ലഭിച്ചേക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം വെള്ളിയാഴ്ച ജില്ലയിൽ 39 വരെ എത്തിയ അന്തരീക്ഷ താപനില മഴയെത്തിയതോടെ 37ലേക്ക് കുറയും. ചൊവ്വാഴ്ച പെയ്ത മഴയിലും വീശിയടിച്ച കാറ്റിലും ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിരുന്നു. അതേസമയം ചെങ്ങന്നൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. മുളക്കുഴ പുത്തൻപീടികയിൽ ആസിഫ് അഷ്റഫാണ് മരിച്ചത്. പുത്തൻകാവ് പള്ളി ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെയാണ് ഇടിമിന്നലേറ്റത്. ഉടൻ തന്നെ മാവേലിക്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചൊവ്വാഴ്ച വൈകിട്ട് കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കെയാണ് അപകടം. പ്രവാസിയായ ഇദ്ദേഹം അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. മെയ് 15 വിദേശത്തേക്ക് മടങ്ങാനിരിക്കെയാണ് ദാരുണ സംഭവം. തൃശൂരിൽ വൈകിട്ട് ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 4 കുട്ടികൾക്കും ഇടിമിന്നലേറ്റിരുന്നു. ഇവരിൽ 2 പേരുടെ പൊള്ളൽ സാരമാണ്. സംസ്ഥാനത്ത് പലയിടത്തും ഇടിമിന്നലോടുകൂടിയ മഴയാണ് ചൊവ്വാഴ്ച പെയ്തത്. സംസ്ഥാനത്തെ കൊടും ചൂടിന് ആശ്വാസമായി മെയ് മാസത്തിൽ ശരാശരിയിലും ഏറെയാണ് മഴ ലഭിക്കുമെന്നും താപനില കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മെയ് 2ാം ആഴ്ച മുതൽ നല്ല തോതിൽ മഴ പെയ്യുന്നതിന് അനുകൂലമായ കാലാവസ്ഥാ ഘടകങ്ങളാണ് രൂപപ്പെടുന്നത്. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്ത് എത്തുന്നതോടെയാണ് കനത്ത മഴ ലഭിക്കുക. നിലവിൽ തെലങ്കാന മുതൽ കന്യാകുമാരി വരെ ഒരു ന്യൂനമർദ്ദപാത്തി ഉള്ളതിനാലാണ് ഇടിയോടെ മഴ ലഭിക്കുന്നത്. അതിനൊപ്പം വേനൽക്കാലത്തെ കാറ്റിന്റെ ഘടന മാറുന്ന സമയവുമാണിത്. മഴ കൂടുതൽ ലഭിക്കാനുള്ള അനുകൂലമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മെയിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. വേനൽ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മെയിൽ തന്നെയാണ്. മൺസൂൺ മഴ സംബന്ധിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഏപ്രിൽ 13 വന്ന റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്താകെ മൺസൂൺ ശരാശരിയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കേരളത്തിൽ മൺസൂൺ എന്ന് എത്തുമെന്നത് സംബന്ധിച്ച് പുതുക്കിയ റിപ്പോർട്ടും ജൂണിലെ മഴ സംബന്ധിച്ച റിപ്പോർട്ടും മെയ് അവസാനത്തോടെ വരും. ഏപ്രിലിൽ ശരാശരിയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചത്. കർണാടകയോട് ചേർന്ന ഭാഗത്തും മഹാരാഷ്ട്രയിലും അന്തരീക്ഷത്തിന്റെ മധ്യഭാഗത്തായി സമുദ്രനിരപ്പിൽ നിന്ന് 35 കിലോമീറ്റർ ഉയരത്തിലായി പ്രതിചക്രവാത ചുഴി നിലനിന്നതാണ് മഴമേഘങ്ങൾ രൂപപ്പെടുന്നതിനും തടസ്സമായതും താപനില ഉയരാൻ കാരണമായതും. രാത്രിയിൽ പോലും അന്തരീക്ഷം തണുക്കാതിരിക്കാനും ഇത് കാരണമായി. ഇത്രയും നാൾ കൊടും ചൂട് തുടരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും അതുതന്നെയാണ്. പ്രതിചക്രവാത ചുഴി ദുർബലമായതോടെയാണ് മഴയ്ക്ക് കളമൊരുങ്ങുന്നത്. ഇനി അങ്ങോട്ട് കാറ്റിന്റെ ഘടനയിലും മാറ്റം വരുന്നതോടെ അന്തരീക്ഷ നിലയും മാറുകയും നീരാവി നിറഞ്ഞ പടിഞ്ഞാറൻ കാറ്റിന്റെ വരവ് സ്ഥിരമായി മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. സൂര്യന്റെ ഉത്തരായന കാലം ആയതിനാൽ മഴമേഘങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനാലും സൂര്യരശ്മികളുടെ തീവ്രതയും ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂടും കുറയാനും കാരണമാകും. ഏറെ നാളുകൾക്ക് ശേഷം ഇന്നലെ സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് സൂചികയിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടിൽ എത്തിയിരുന്ന ജില്ലകളിൽ പോലും ഇന്നലെ സൂചിക താഴ്ന്നു. തിങ്കളാഴ്ച ഉൾപ്പെടെ സൂചിക 8 കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്നലെ സൂചിക 7 എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിലും 6 യെല്ലോ അലർട്ടുമായിരുന്നു ഈ ജില്ലകളിലും. അന്തരീക്ഷത്തിൽ മേഘ സാന്നിധ്യമുള്ളതിനാലാണ് UV സൂചിക കുറയുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.